തർക്കിച്ചെന്നെ തോൽപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ചേച്ചിയെ തോൽപ്പിക്കുന്നതല്ല. അതുപോലെ ഞാൻ തോറ്റു തരാനും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്നും എന്നെ ഇറക്കി വിടാൻ ചേച്ചിക്കെന്നല്ല, നന്ദുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ അധികാരമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം മനസ്സിലാക്കി ഞാനായിട്ട് പോണോന്നാണെങ്കിൽ അത് എനിക്ക് തോന്നണം. അമ്മയുടെ എതിർ സ്ഥാനാർത്ഥിയായ ഞാൻ ഇവിടെ കഴിയുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണോ? ആയിരിക്കുമല്ലേ. മുൻപ് ഞാൻ അമ്മ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാനായിട്ട് തന്നെ ഇറങ്ങിത്തരാം. ഈ രാത്രി തന്നെ പോയേക്കാം. പോസിറ്റീവായിട്ടാ കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചേച്ചി പറഞ്ഞു. ഞാനും പോസിറ്റീവായിട്ട് തന്നെയാ പറയുന്നത്. എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നന്ദുവിനോടും പറഞ്ഞ് ഇപ്പൊ തന്നെ പോയേക്കാം. നിക്ക്, നീ ഇവിടെ തന്നെ നിന്നാ മതി. അത് വേണ്ടമ്മേ, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മാറി നിൽക്കാം. വേണ്ട, പാർട്ടിക്കാർക്കറിയാം നമ്മൾ അമ്മായിയമ്മയും മരുമകളുമാണെന്നും താമസം ഒരേ വീട്ടിലാണെന്നും. ഇവിടെ തന്നെ തുടരാം. രജനി പറഞ്ഞത് മറന്നേക്ക്. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അമ്മ എന്തായി കാണിച്ചേ? പോകാൻ നിന്ന് അവളെ തടഞ്ഞു എന്തിനാ? തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അവൾ അവളുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവൾ അവളുടെ വീട്ടിൽ നിന്നാലും സാരമില്ല. പക്ഷേ ഇലക്ഷൻ കഴിയുന്നതുവരെ അവൾ ഇവിടെ തന്നെ വേണം. അവൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്പോ വാർത്ത വരും. പ്രഭാവതിയുടെ അമ്മായിയമ്മ പോര്, മരുമകളും BDF സ്ഥാനാർത്ഥിയുമായ ദേവികയെ പാതിരാത്രി വീട്ടിൽ നിന്നും അടിച്ചിറക്കിയെന്ന്. നിന്നെയും വാർത്തയിൽ വലിച്ചിടും. അമ്മായിയമ്മയും നാത്തൂനും ചേർന്നാണ് ദേവികയോട് ക്രൂരത കാണിച്ചതെന്ന്. നാട്ടുകാർക്ക് അവളോട് സഹതാപം കൂടും. വോട്ട് കുറെ അങ്ങോട്ട് മറിയും. ആ, അമ്മ പറയുന്ന ഒരു തരത്തിൽ സത്യോ? ഒരു തരത്തിലല്ല, എല്ലാ തരത്തിലും ഞാൻ പറയുന്നതാണ് സത്യം. 10 വോട്ട് എങ്ങനെ കൂടുതൽ കിട്ടാം എന്ന ഒറ്റ കാര്യത്തിൽ മാത്രമായിരിക്കണം ഇനി അങ്ങോട്ട് ശ്രദ്ധ. ഓരോ ചുവട് വയ്ക്കുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കണം. ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. എന്താ? ഈ തെരഞ്ഞെടുപ്പില് അമ്മ ജയിച്ചിരിക്കും. അത് മതി. ഫണ്ടിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, മാഡം ഒക്കെ ഏറ്റിട്ടുണ്ട്. ശരി ശരി മാഡം, അവിടുത്തെ കുടിവെള്ള പ്രശ്നം തീർത്ത അവര് മുഴുവൻ ദേവികയുടെ കൂടെ നിൽക്കുമെന്നാ പറയുന്നത്. അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഇതുവരെയുള്ള ട്രെൻഡ് വെച്ച് ത്യാഗരാജന്റെ നിഗമനം എന്താണ്? ദേവിക തന്നെ ആയിരിക്കുമല്ലോ ജയിക്കാൻ പോകുന്നത്. അത് മാഡത്തിനെ ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനൊരു അമിത പ്രതീക്ഷ വേണ്ട. സാധ്യത തുല്യം തുല്യമൊന്നോ? എന്നുവെച്ചാ പ്രഭാവതിക്കും സാധ്യതയുണ്ടെന്നോ? അല്ല, അത് ജയിക്കേണ്ടത് ദേവികയാണ്. എന്റെ പണവും അധ്വാനവും സ്വാധീനവും ഒക്കെ ദേവികയ്ക്ക് വേണ്ടിയാ ഞാൻ ഒഴുക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോ സാധ്യത 50% വേണ്ടത്, 100% ദേവികയായിരിക്കണം. രാമപുരത്തിന്റെ MLA VDF സ്ഥാനാർത്ഥി ദേവികയാ. അതെ, അതങ്ങനെ തന്നെയാ. ദേവിക തന്നെ ജയിക്കും. ചില ചാനലുകാർ നടത്തിയ സർവേയില് പ്രഭാവതിക്കൊരു സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് വെച്ച് ഞാൻ പറഞ്ഞതാ. മാഡം സർവേ കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. അതൊക്കെ പെയ്ഡ് സർവേ അല്ലേ ത്യാഗരാജ? അതിലൊന്നും കാര്യമില്ല. അതെ, അത്രേ ഉള്ളൂ.
KDF-ന്റെ മുഖം രക്ഷിക്കാൻ കാശ് വാങ്ങി നടത്തുന്ന ഒരു അഭ്യാസം. മത്സരം VDF-ഉം KDF-ഉം തമ്മിലല്ല, പ്രഭാവതിയും ദേവികയും തമ്മിലുമല്ല, അരുന്ധതിയും പ്രഭാവതിയും തമ്മിലാ. എനിക്കിതില് ജയിച്ചേ പറ്റൂ. എന്റെ മനസ്സിലെ തീക്കനൽ അണഞ്ഞു പോവാതെ ഞാൻ കാത്തു സൂക്ഷിച്ചത് അവളുടെ മേലൊരു വിജയത്തിന്റെ ചൂടനുഭവിക്കാനാ. ആ കനലിൽപ്പെട്ട് അവൾ ഇല്ലാണ്ടാവണം. ഒക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. അവളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ആളിനെയും കണ്ടെത്തി. ഇനി ജയിച്ചേ പറ്റൂ. പണം ഇനി ഒഴുക്കാം, പക്ഷേ ഫലം ജയം തന്നെ ആവണം. ജയിക്കും, ജയിക്കും, സംശയമില്ല. മാഡം തന്നെ ആയിരിക്കും ജയിക്കുന്നത്. ഔപചാരിക പ്രചരണം ഇന്നു മുതൽ തുടങ്ങുകയല്ലേ? ആ, അനുഗ്രഹം വാങ്ങാൻ നന്ദനും ദേവികയും വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞു. അനുഗ്രഹിച്ചയക്കണം. ശത്രുവിന്റെ തല കൊയ്തു കൊണ്ടുവരാൻ അങ്കച്ചേകവരെ അനുഗ്രഹിച്ചയക്കുന്ന പോലെ ദേവികയും അനുഗ്രഹിക്കണം. പ്രഭാവതിയെ തോൽപ്പിച്ച് എന്റെ സ്വപ്നം നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ചയക്കണം. സത്യത്തിൽ നമ്മൾ 3 പേരും കൂടി തന്നെ പോണായിരുന്നു. ചേച്ചി പ്രചരണം തുടങ്ങുന്ന ദിവസം അവിടുത്തെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമല്ലേ? വേണ്ട, എതിർ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചുള്ള വീടാ. നമ്മൾ എല്ലാരെയും കൂടെ കാണുമ്പോ പ്രഭാവതിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവരുടെയും പ്രചരണം തുടങ്ങല്ലേ ഇന്ന്. രാധിക, ഞാൻ ഇറങ്ങട്ടെ. ആ, മാധവേട്ടൻ ഇറങ്ങിക്കോ. ഞങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെന്ന് ദേവിയോട് പറയണം. എന്തായാലും ചേച്ചി MLA ആവുമ്പോ അവര് താനെ നമ്മുടെ പുറകെ വരും. അങ്ങനെയൊന്നും പറയാതെ ശരി. ഒക്കെ ദൈവത്തിന്റെ കയ്യിലാ. പിന്നെ ഒക്കെ വോട്ടർമാരുടെ കയ്യിലാ. തെരഞ്ഞെടുപ്പില് വോട്ടർമാരാ ദൈവങ്ങള്. ഏതായാലും അച്ഛൻ ചെല്ല്. ചന്ദ്രോത്ത് TV-കാരൊക്കെ ഉണ്ടാവും. അച്ഛന്റെ മുഖം TV-യിൽ വരട്ടെ. വാ അച്ഛാ. ഇനിയിപ്പോ അവരെന്തെങ്കിലും ചോദിച്ചാ എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ഥാനാർത്ഥിയുടെ അച്ഛനല്ലേ, എന്ത് തോന്നുന്നു എന്നൊക്കെയായിരിക്കും അവരുടെ ചോദ്യം. അപ്പൊ അച്ഛൻ ദേവിക ചേച്ചിയെ കുറച്ചങ്ങ് പുകഴ്ത്തി പറയണം. ഓ, ആയിക്കോട്ടെ. ആഹാ, കഴിഞ്ഞില്ലേ ഒരുക്കം? ആ, കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ ഒരു മന്ത്രിയെ കാണുന്ന പോലുണ്ട്. ഒരു ഇരുത്തം വന്നിരിക്കുന്നു. ആ, അപ്പൊ എനിക്കങ്ങ് പ്രായമായിന്നാണോ? അങ്ങനെയല്ല, പാകത വന്നു എന്ന് പറഞ്ഞതാ. ജനങ്ങളുടെ ഒരാളെന്ന തോന്നല് കൃത്യമായിട്ട് കിട്ടും. ദേ, താഴെ പ്രവർത്തകർക്ക് വന്നു കഴിഞ്ഞു. അവരെ കാണുമ്പോ തന്നെ ഒരാവേശമാ. എല്ലാവരും വലിയ ആവേശത്തിലാ. പക്ഷേ എനിക്കെന്തോ നോ നെഗറ്റീവ് കമന്റ്സ്. ഒന്നും വേണ്ട. നീ ജയിക്കും. സത്യം സത്യം. കാരണം നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാ. ശരി. അല്ല, നമ്മൾ റെഡിയാവുന്നില്ലേ? ഓ, ഞാനിപ്പോ ഇതൊക്കെ ഒന്ന് പോകുന്നെന്തോ. വേഗം റെഡിയായേ. വാ, വന്നേ, വാ. വാ. ഇത് മതിയെന്നേ. അമ്മ ഈ സാരിയാണ് ഉടുത്തത്. പുതിയ സാരി എടുത്തല്ലോ, ഹൈനെക്കുള്ളത്. പ്രൊഫസറുടെ ലുക്കിൽ ഇറങ്ങണ്ടേ? വേണ്ട മോളെ, സിമ്പിളായിട്ട് മതിയെല്ലാം. ഉള്ളുന്ന ചൂടാ. അമ്മയ്ക്ക് വെയിലുണ്ട്, ശീലമൊന്നുമില്ല. സൺസ്ക്രീൻ ബാഗിൽ വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ മുഖത്ത് സൺസ്ക്രീൻ ഇടണം, ഇല്ലെങ്കിൽ തൊലി കറക്കും. തൊലി കറുക്കല്ല, കത്തിപ്പോയാലും ശരി. ഈ മത്സരത്തിൽ എനിക്ക് അവളെ തോൽപ്പിക്കണം. ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളും റെഡിയാവുക. VDF-ന്റെ പ്രവർത്തകർ അവളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങി എത്തിയിട്ടുണ്ട്. അവരാഘോഷത്തില. KDF-കാരും ഉടനെ എത്തുമായിരിക്കും അല്ലേ? ആ, ഒക്കെ അതിന്റെ വഴിക്ക് നടക്കും. എന്തായാലും പ്രചരണം ശക്തമായിരിക്കും. അമ്മ വിട്ടുകൊടുക്കരുത്. അവളെ മുട്ടുകൊത്തിക്കണം. നീ വിഷമിക്കണ്ട, അവളെ ഞാൻ തോൽപ്പിച്ചിരിക്കും. രാമപുരത്തെ മുൻ MLA എന്ന നിലയ്ക്ക് സാറിനോടൊരു ചോദ്യം. ചോദിച്ചോളൂ. സാറിന്റെ ഭാര്യ KDF-ന് വേണ്ടിയും മരുമകൾ VDF-ന് വേണ്ടിയും മത്സരിക്കുന്നു. സാർ അപ്പോ ഭാര്യയുടെ ഭാഗത്താണോ മരുമകൾക്കൊപ്പം ആണോ? ഇവിടെ ഭാര്യയും മരുമകളും ഒന്നുമില്ല. VDF-ഉം KDF-ഉം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിനൊപ്പം.
രാമപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ VDF സ്ഥാനാർത്ഥി ദേവിക നന്ദൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കും. അപ്പോ സാറിന്റെ മരുമകൾ VDF-ൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് സാർ പറയുന്നത്. രണ്ട് സ്ഥാനാർത്ഥികളും ഒരേ ഗിരീഷേ, പ്രഭാവതി ഇറങ്ങിയല്ലേ ഇതുവരെ? എന്താ ചെയ്യട്ടെ ഇത്? ഈ രീതിയിലാണോ KDF-ന്റെ സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങേണ്ടത്? എന്ത് പറ്റി? എന്തു പറ്റിയെന്നോ? ദേവികയുടെ പ്രചരണം ഇന്നാ തുടങ്ങുന്നത്. വന്ന് കാണണം. ചന്ദ്രോത്തിന്റെ മുന്നിൽ VDF-ന്റെ സംസ്ഥാന സമ്മേളനം തോന്നും. വാഹനങ്ങളും പ്രവർത്തകരും ആകെ ഒരു ബഹളവാ. നമ്മുടെ ഒറ്റ ആൾ എത്തിയിട്ടില്ല. അതൊക്കെ പോട്ടെ, സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാനൊരു വണ്ടിയെങ്കിലും വേണ്ടേ? വേണം, ഇതൊക്കെ വേണ്ടതാ. പക്ഷേ സ്ഥാനാർത്ഥി ബലം പിടിച്ച് നിൽക്കല്ലേ, ആളും വേണ്ട വാഹനവും വേണ്ടെന്ന്. എന്താ? പ്രഭ നേരിട്ടെത്തിക്കോളാം, ആൾക്കാരൊന്നും വേണ്ടെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഒന്നും വേണ്ടെന്ന് മാഡം പറഞ്ഞു. ഗിരീഷ് ചോദിച്ചു നോക്ക്, പ്രഭാവതി എന്തുദ്ദേശിച്ചാണെന്നറിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗിരീഷ് ഒരു കാര്യം ചെയ്യും, കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പോ യുദ്ധം ആരംഭിക്കുകയാണ്. ഇത് യുദ്ധമല്ലല്ലോ അമ്മേ, മഹത്തായ ജനാധിപത്യ പ്രക്രിയയല്ലേ. അതില് ഞാൻ പങ്കാളിയാവുന്നു. എന്നോടും മത്സരിച്ച് ജയിക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന മറുപടിയെ ഇപ്പോഴും ഉള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് വോട്ടർമാരാ. ശരി, അവരാരെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് കാണാം. മോനെ, നിന്നോടൊരു കാര്യം പറയാം. എന്താ അമ്മേ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. വിവാഹം കഴിക്കുന്നതുവരെ അമ്മയും അതിനുശേഷം ഭാര്യയുമാണ് ഒരു പുരുഷന്റെ ശക്തി. ഏത് പോരാട്ടത്തിലും ഒരു പെണ്ണിന്റെ കരുത്ത് അവളുടെ ഭർത്താവാണ്. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അമ്മയ്ക്കതിനുള്ള ഭാഗ്യമില്ല. നീ നിന്റെ ഭാര്യയോടൊപ്പം ധൈര്യം കൊടുത്ത് കൂടെ നിൽക്കണം. രജനി, വാ വേഗം. അതൊന്നും കാര്യാക്കണ്ട. അമ്മ നിന്നെ അനുഗ്രഹിച്ചായിട്ട് കൂട്ടിയാൽ മതി. ഈ ഭർത്താവ് എപ്പോഴും ഈ ഭാര്യയോടൊപ്പം തന്നെ ഉണ്ടാവും. ദേവിക നന്ദൻ സിന്ദാബാദ്, ദേവിക നന്ദൻ സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, ദേവിക നന്ദൻ സിന്ദാബാദ്, ദേവിക നന്ദൻ സിന്ദാബാദ്. മാഡം, ഒരു ചോദ്യം. VDF സ്ഥാനാർത്ഥി വലിയ ആഘോഷങ്ങളോടെയാണല്ലോ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രവർത്തകരുടെ ആവേശം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഉത്സാഹം അവസാനം വരെ ഞങ്ങൾ നിലനിർത്തും. വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? വൻ ഭൂരിപക്ഷത്തിലാവും VDF വിജയിക്കാൻ പോകുന്നത്. ഇല്ല ഇല്ല ജയിക്കില്ല, ഇല്ല ഇല്ല ജയിക്കില്ല, ഇവിടെ ഒരു പ്രൊഫസറും ജയിക്കില്ല, ഇവിടെ ഒരു പ്രൊഫസറും ജയിക്കില്ല. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ദേവിക നന്ദൻ സിന്ദാബാദ്, ദേവിക നന്ദൻ സിന്ദാബാദ്. ഇല്ല ഇല്ല ജയിക്കില്ല, ഇല്ല ഇല്ല ജയിക്കില്ല, ഇവിടെ ഒരു പ്രൊഫസറും ജയിക്കില്ല, ഇവിടെ ഒരു പ്രൊഫസറും ജയിക്കില്ല. ഇല്ല ഇല്ല.
മോളെ നമുക്കിറങ്ങാം. ശരി അച്ഛാ. കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോ. അച്ഛാ. അച്ഛാ. നന്നായി വരും മോളെ. അമ്മേ, ഇന്ന് മുതൽ പ്രചരണം ആരംഭിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും വേണം. നന്നായിട്ട് വരും മോളെ. നീ ഗുരുത്വമുള്ളവളാ. അമ്മയും പ്രചരണത്തിനായിട്ട് ഇറങ്ങുക. അമ്മയെ ശപിക്കരുത്. വാ മോളെ, നമുക്കിറങ്ങാം. വാ. അച്ഛാ, പ്രചരണത്തിന് ഇറങ്ങും മുൻപ് എനിക്ക് 1-2 ആൾക്കാരെ കാണണം. ഞാനും നന്ദു വന്നോളാം. ശരി. നിങ്ങളെല്ലാരും വാ, നമുക്ക് പോവാം. VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, VDF സിന്ദാബാദ്, VDF സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, VDF സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്, ദേവികനന്ദൻ സിന്ദാബാദ്. ഇലക്ഷൻ പ്രചരണത്തിനായി VDF സ്ഥാനാർത്ഥി വൻ സന്നാഹത്തോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഒരു വീട്ടിൽ നിന്നും മത്സരത്തിന് ഇറങ്ങുന്നത്. അമ്മ എന്താ ഇത്? ദേവിക്ക് ആരവത്തോടുകൂടിയാ കൊണ്ടുപോയത്. നമ്മളും പ്രചരണം തുടങ്ങുമല്ലേ? ആളും ആരവോ ഒന്നുമില്ലല്ലോ. കാറും വന്നിട്ടില്ല. മാഡം വിളിച്ചു പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. അതെന്തിനാ അമ്മ അങ്ങനെ ചെയ്ത്? ഭയങ്കര നാണക്കേടായിപ്പോയി. ചാനലാരൊക്കെ ഇല്ലേ? ഭയങ്കര ക്ഷീണമാവും. നീ അഭിപ്രായം മാറ്റരുത്. എനിക്ക് പോകാനുള്ള വാഹനം പുറത്തുണ്ട്. ഗിരീഷേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും രാമപുരത്ത് ഇനി നടക്കുന്നത്. KDFന്റെ സ്ഥാനാർത്ഥി ശരി മാഡം. വാ വേഗം വാ. മാഡം VDF സ്ഥാനാർത്ഥിയായ മാഡത്തിന്റെ മരുമകൾ വൻ ആഘോഷമായാണ് പ്രചരണം തുടങ്ങിയത്. പക്ഷേ KDF സ്ഥാനാർത്ഥി ഓട്ടോയിൽ ആർഭാടമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് പോകുന്നു. എന്ത് പറ്റി മാഡം? ആർഭാടമാണോ ലാളിത്യമാണോ താങ്കൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? അതായത് ചോദിച്ചാ ഞാനും അതാ ആഗ്രഹിക്കുന്നത്. ലാളിത്യം. തെരഞ്ഞെടുപ്പിൽ കാറും ഹെലികോപ്റ്ററും റോഡ് ഷോയും ഒന്നുമല്ല, ആശയങ്ങളാണ് പ്രധാനം. ഞാൻ സാധാരണക്കാരിയാ. സാധാരണക്കാരുടെ ജീവിതമാണ് എനിക്കിഷ്ടം. ഓട്ടോയിൽ പോകുന്നതാ എന്റെ സന്തോഷം. നടന്നു പോവാനും തയ്യാറാ. ശരി. താങ്ക് യു മാഡം. അത് ശരി. അപ്പൊ ഇതിനു വേണ്ടിയിട്ടല്ലേ അമ്മ കാറും പ്രവർത്തകരും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്? ആഹാ,
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥിയുടെ സാരഥിയും കയറി വാ. അപ്പോ പ്രചരണം ഇന്ന് തുടങ്ങുകയാണ്. അതെ മാഡം, മാഡത്തിന്റെ അനുഗ്രഹം വേണം. നല്ലതേ വരൂ.